What does hybridization involve? Crossing two different varieties to combine desirable traits. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഡിസൈറബിൾ ക്യാരക്ടേഴ്സാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. വാട്ട് ഡിഫൈൻസ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്? GM ക്രോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ജീനുകൾ ആൾട്ടർ ചെയ്യും ടു ഇൻട്രൊഡ്യൂസ് യൂസ്ഫുൾ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത BT കോട്ടൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് GM ക്രോപ്പ് റെസിസ്റ്റൻറ്റ് ടു. GM ക്രോപ്പ് എന്ന് പറയുമ്പോൾ അവർ ഇൻസെക്ട് പെസ്റ്റിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കുള്ളൂ. ഗോൾഡൻ റൈസ് ഈസ് എ GM ക്രോപ്പ് എൻറിച്ച്ഡ് വിത്ത് വിച്ച് ന്യൂട്രിയൻ? ഈ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പാണ് ഗോൾഡൻ റൈസ്. അതിൽ വൈറ്റമിൻ A അടങ്ങിയിട്ടുള്ള ഒരു റൈസാണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് എ മേജർ ലിമിറ്റേഷൻ ഓഫ് GM ക്രോപ്പ്? അത് നമ്മളുടെ ലോക്കൽ ഇൻഡിജിനസ് വെറൈറ്റീസിനെ ത്രട്ടൺ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇൻ ഡ്രിപ്പ് ഇറിഗേഷൻ വാട്ടർ ഈസ് സപ്ലൈഡ്. ഡ്രിപ്പ് ഇറിഗേഷനിൽ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആണ്, ഡയറക്ട്ലി ടു പ്ലാന്റ് റൂട്ട്സ്. അടുത്തത് വിക്ക് ഇറിഗേഷൻ സപ്ലൈ വാട്ടർ ടു റൂട്ട്സ് ത്രൂ. വിക്ക് ഇറിഗേഷൻ എന്താ ചെയ്യുന്നത്? റൂട്ട്സിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ഒരു കോട്ടൺ വിക്ക് അല്ലെങ്കിൽ ക്ലോത്ത് വഴിയാണ്. വാട്ട് ഈസ് മുൾച്ചിങ്? മുൾച്ചിങ് എന്ന് പറയുമ്പോൾ സോയിലിൽ നമ്മൾ ഡ്രൈ ലീഫ്, സ്ട്രോ അല്ലെങ്കിൽ ഓർഗാനിക് മെറ്റീരിയൽ കൊണ്ട് മണ്ണിനെ കവർ ചെയ്യുന്നതിനെയാണ് മുൾച്ചിങ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ കീ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ? അലൗ കൺട്രോൾഡ് എൻവയോൺമെന്റ് ഫാമിംഗ് ത്രൂ ഔട്ട് ദി ഇയർ. വിച്ച് പെസ്റ്റ് ഫീഡ് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് പോഡ് റെഡ്യൂസിങ് ക്രോപ്പ് ഈൽഡ്? ഫ്രൂട്ട്സും പോഡ്സും ഒക്കെ കഴിക്കുന്നവരാണ് പോഡ് ബോറർ എന്ന് പറയുന്നത്. വിച്ച് പെസ്റ്റ് ബോർ ഇൻ ടു സ്റ്റെം വീക്കണിങ് പ്ലാന്റ് സ്റ്റെംസിലേക്ക് ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ ഇതാക്കുന്നവരാണ് സ്റ്റെം ബോറേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വിച്ച് പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് യൂസേഴ്സ് നെറ്റ്, സ്റ്റിക്കി, ഫെറമൺ ട്രാപ്സ്? ഇതൊക്കെ നമ്മൾ മെക്കാനിക്കലി കൺട്രോൾ ചെയ്യുന്നതാണ്. പെസ്റ്റിനെ മെക്കാനിക്കലി കൺട്രോൾ ചെയ്യാനാണ് നെറ്റുകളും ട്രാപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത്. വിച്ച് പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് യൂസസ് ബെനിഫിഷ്യൽ ഇൻസെക്ട്സ്? അതായത് ആ പെസ്റ്റിനെ കൊല്ലാൻ വേണ്ടി ആ പെസ്റ്റിൻ്റെ പ്രിഡേറ്റേഴ്സിനെ വെച്ച് നമ്മൾ കൊല്ലും. അപ്പോൾ അതാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അവരുടെ നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കുള്ളൂ നമ്മളവരെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി വാട്ട് ഡസ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്? അതായത് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി കമ്പൈൻ ചെയ്യുന്നുണ്ട്. കമ്പൈനിങ് മെത്തേഡ്സ് വൈൽ മിനിമൈസിങ് കെമിക്കൽ പെസ്റ്റിസൈഡ് യൂസ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് കുറച്ച് ബാക്കി എല്ലാ മെത്തേഡ്സും കൂടി കമ്പൈൻ ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ, ബയോളജിക്കൽ, അങ്ങനെ ഓരോന്നും എല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്? ഗ്രോയിങ് ക്രോപ്സ് വൈൽ സൈമിൾട്ടേനിയസ്ലി റയറിങ് ആനിമൽ, ഫിഷ് ആൻഡ് പൗൾട്രി ഓൺ ദ സെയിം ഫാം. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ക്രോപ്സും വളർത്തുന്നുണ്ട്, കൂടെ അനിമൽസിനെ റയർ ചെയ്യുന്നുണ്ട്, ഫിഷ് കൾച്ചർ ചെയ്യുന്നുണ്ട്, പൗൾട്രി ഫാമിംഗ് ഒക്കെ നടത്തുന്നുണ്ട്.